ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഇത്രമാത്രം PR വർക്കിന് പണം എവിടെ നിന്ന് കിട്ടുന്നു? ഈ പണത്തിന്റെ സ്രോതസ്സിനെ കുറിച്ചും അന്വേഷിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ട്. ദുരന്ത ബാധിതരെ മുൻനിർത്തി പിരിച്ച പണം പൂർണ്ണമായും അക്കൗണ്ടിൽ വന്നിട്ടില്ല. അത് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല. വയനാട് ദുരന്തത്തെ അടിസ്ഥാനപ്പെടുത്തി പിരിച്ച പണം പോലും ഈ വെട്ടുകളിക്കൂട്ടത്തിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇവൻ്റെ എല്ലാം തോന്നിവാസങ്ങൾ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള PR വർക്കിന് വേണ്ടിയിട്ടാണ് ഈ വയനാട്ടിലെയും മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്തത്തെ മുൻനിർത്തി പിരിച്ച പണം ഉപയോഗപ്പെടുത്തുന്നത്. ഇതെല്ലാം ഗൗരവമായ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ നോക്കേണ്ടതില്ല. ശക്തമായ നിലയിൽ DYFIയുടെ പ്രതിരോധം ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ രാജിവെക്കുമെന്നും രാജിവെക്കില്ല എന്നുമൊക്കെയുള്ള അഭ്യൂഹങ്ങളാണ് പടരുന്നത്. രാജിവെച്ചാലും ശരി, രാജിവെച്ചിട്ടില്ലെങ്കിലും ശരി, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മണ്ഡലത്തിൽ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ആളുകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഭീഷണിപ്പെടുത്തി അത് ഗർഭചിത്രം നടത്തിയിട്ട് ഒരു MLA ആയി ജനപ്രതിനിധിയായിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കാമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. പാലക്കാട് മണ്ഡലത്തിൽ MLA ആയിട്ട് ഒരു പരിപാടിയിലും രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കില്ല. DYFI വരും ദിവസങ്ങളിൽ അതിശക്തമായ നിലയിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ഈ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന ആവശ്യം DYFIക്ക് ഉണ്ടോ? തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെ MLA തുടരാൻ കഴിയും? ഏതെങ്കിലും ഒരാളുടെ ആരോപണമല്ല, ഒരു ബന്ധത്തിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും വിള്ളലിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന പ്രശ്നങ്ങളല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അനുഭവമാണ്. എന്നാൽ പിന്നെ ഇയാൾ ഈ പെൺകുട്ടികൾക്കെതിരെ കേസ് കൊടുക്കണം. ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? ഒരു കേസും കൊടുത്തില്ലല്ലോ. ഇപ്പോൾ എന്നെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് അവർ കേസ് കൊടുക്കുന്നില്ല? വിവിധ ആളുകളുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നല്ലോ. ഈ ശബ്ദ സന്ദേശമെല്ലാം വ്യാജമാണ്. എന്നെ ഇതാ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ആക്രമിക്കുന്നു, എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മാനനഷ്ടമുണ്ടായിട്ടുണ്ട്, ഒരു കേസ് കൊടുക്കട്ടെ. അങ്ങനെ തയ്യാറാകുന്നില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഉള്ളതാണല്ലോ. എല്ലാ കാര്യവും ഇനിയും പുറത്തു വരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായ തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രതികരണം നടത്തുന്ന ആളുകളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്നാണ് ഇവർ ധരിക്കുന്നത്. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ വേണ്ടി പാടില്ല.